തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം ബാലികയെ കേരള പോലീസിന് കൈമാറി. വിശാഖപട്ടണം CWC ആണ് കുട്ടിയെ പോലീസിന് കൈമാറിയത്. കുട്ടിയുമായി പോലീസ് കേരളത്തിലേക്ക് തിരിക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാകും കേരളത്തിലേക്ക് വരിക. നാളെ കുട്ടിയുമായി പോലീസ് സംഘം കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി വിനോദ് ചേരുന്നു. വിനോദ്, രാവിലെ നമ്മൾ അവിടുത്തെ വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രതിനിധി ശ്രീ NK നായരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുട്ടി ആരോഗ്യവതിയാണ്, മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യമാണ് തുടർച്ചയായി ഉന്നയിക്കുന്നത്. അവൾക്കിപ്പോൾ തൽക്കാലം മാതാപിതാക്കളോട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്? രഞ്ജിത്ത്, വിശാഖപട്ടണത്തെ CWC പ്രതിനിധികൾ ഇപ്പോൾ കഴക്കൂട്ടം പോലീസിനാണ് കുഞ്ഞിനെ കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ കേരള പോലീസിൻ്റെ കയ്യിലാണ് കുഞ്ഞുള്ളത്. ഉച്ചതിരിഞ്ഞുള്ള ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്നാണ് സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. 13-കാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വീട്ടിലേക്ക് മടങ്ങാൻ ആദ്യം കുട്ടി വിസമ്മതിച്ചിരുന്നു. പ്രത്യേകിച്ച് മാതാവ് വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിലാണ് വീട് വിട്ടുപോയത്. സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു എന്ന മൊഴി സമീപവാസികളുടേതായുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ CWC അംഗങ്ങൾ, കേരളത്തിലെ അംഗങ്ങളുമുണ്ട്. ഇത് പരിശോധിക്കും. കുട്ടിയെ നാട്ടിലെത്തിച്ച ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അവിടെ മൊഴി നൽകിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ കൈമാറുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകുക. ഏത് സാഹചര്യത്തിലാണ് മാതാവ് തുടർച്ചയായി മർദ്ദിച്ചു എന്നത് മാത്രവുമല്ല, കുട്ടി അമ്മയോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. വിശാഖപട്ടണത്ത് നിന്ന് ഇത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ കൂടി വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ടാക്കിയപ്പോൾ അച്ഛനുമായാണ് കുട്ടി സംസാരിച്ചത്. അതേസമയം അമ്മയുമായി സംസാരിക്കാൻ കുട്ടി തയ്യാറായിരുന്നില്ല. നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്ക് ഈ ഒരു വൈമനസ്യമുണ്ടായതെന്ന വിലയിരുത്തലാണ്. അതേസമയം കുട്ടിയെ നാട്ടിലെത്തിച്ച് രക്ഷിതാക്കൾ കൈമാറിയാൽ തിരികെ അസമിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് കുടുംബം. 20 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കുടുംബം ഇവിടെ എത്തുന്നത്. അതിനുശേഷം സ്വകാര്യ സ്കൂളിൽ പിതാവിന് താൽക്കാലികമായ ഒരു ജോലി ലഭിച്ചു. 13-കാരിയുടെ അഡ്മിഷൻ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. 13-കാരിക്ക് 2 ഇളയ സഹോദരങ്ങളാണുള്ളത്. അതും പെൺകുഞ്ഞുങ്ങളാണ്. ഒരു സഹോദരനുള്ളത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ വീട്ടിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായതിൻ്റെ പേരിൽ അമ്മ മർദ്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത്. ഇതിൽ പ്രയാസപ്പെട്ട് കുട്ടി വീട് വിട്ടു പോവുകയായിരുന്നു. ട്രെയിനിനുള്ളിൽ ബബിത എന്ന യാത്രക്കാരി എടുത്ത ചിത്രമാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലേക്കായിരുന്നു യാത്ര എന്ന കാര്യം കണ്ടെത്താൻ സാധിച്ചത്. ഏതായിരുന്നാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നാളെ നാട്ടിലെത്തിക്കും. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും രക്ഷിതാക്കൾക്ക് കൈമാറാനുള്ള തീരുമാനം എടുക്കുക. രഞ്ജിത്ത്, ഈ രക്ഷിതാക്കളുടെ പ്രതികരണമൊക്കെ വിനോദ് നമ്മൾ ഇന്നലെ തേടിയിരുന്നു. അവരും കാത്തിരിക്കുകയാണ് കുട്ടിയെ. കാരണം കുറേ ദിവസങ്ങളായി അവർക്കൊപ്പം ഇല്ലാത്തൊരാളാണ്. അവരും ഈ പറഞ്ഞതുപോലെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ആ നിലയ്ക്ക് തന്നെയാണ്. കുട്ടിയെ മർദ്ദിക്കില്ല എന്ന ഉറപ്പാണ് ഫോണിലൂടെ നൽകിയത്. അതായത് കുട്ടി ആദ്യം തന്നെ അമ്മയുമായി സംസാരിക്കുന്നതിന് വൈമനസ്യം പ്രകടിപ്പിച്ചു, പിതാവുമായി സംസാരിച്ചു. പിന്നീട് അമ്മയുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തനിക്ക് അമ്മയുമായി സംസാരിക്കേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് ഈ 13 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞത്. അതിന് കാരണമായി കുട്ടി പറയുന്നത് തുടർച്ചയായി ഉണ്ടായ മർദ്ദനം തന്നെയാണ്. എപ്പോഴും ശകാരിക്കും, മർദ്ദിക്കും എന്ന കാര്യമാണ്. ഈ അയൽവാസികൾ നൽകിയിട്ടുള്ള മൊഴിയും ആ നിലയ്ക്ക് തന്നെയാണ്. കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ്? വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഇവിടെ ആ കുടുംബം എത്തിയിട്ട് ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ മർദ്ദിച്ചത്, അത് അമ്മയുടെ ഒരു സാഹചര്യം, അവരുടെ സ്വഭാവം, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രധാനമായും ഇത്തരം കാര്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകൾ അല്ലെങ്കിൽ ഒളിച്ചോടുന്ന കാര്യങ്ങൾ, അത് വലിയ രീതിയിൽ പരാതി ഉയരുന്ന സാഹചര്യങ്ങളിൽ കുട്ടി നേരിട്ട് വീടുകളിലേക്ക് തിരികെ എത്താതെ പോലീസ് കസ്റ്റഡിയിലാവുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായും ഈ കോടതി വഴിയുള്ള നടപടികളാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ വീട്ടിലേക്ക് മടങ്ങാൻ കുട്ടി വൈമനസ്യം കാണിച്ചാൽ CWCയുടെ സംരക്ഷണയിൽ തന്നെ വീണ്ടും കുട്ടിയെ മാറ്റിക്കൊണ്ടുള്ളൊരു നടപടിയാകും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. പിന്നീട് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. കുട്ടി ഈ പോയ സാഹചര്യത്തിൽ കുട്ടിയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും രക്ഷിതാക്കൾക്ക് കൈമാറാനുള്ള ഒരു തീരുമാനമുണ്ടാകുക. ഏതായിരുന്നാലും അസമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ പോകാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതെ, കുടുംബം അസമിലേക്ക് തിരികെ പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി ഈ കുട്ടി കേരളത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുട്ടിയുമായുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്ത് നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.